സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ സംബന്ധിച്ച മാർഗരേഖയുടെ കരട് ഈ മാസം 28-ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ചീഫ് സെക്രട്ടറിയോട് ഉന്നതതല യോഗം വിളിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു കോടതിയുടെ ഈ നിർദ്ദേശം. കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോലും പൂർണ്ണ സുരക്ഷിതരല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് കൊല്ലത്തെ 13 വയസ്സുകാരന്റെ മരണം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കരട് മാർഗനിർദ്ദേശം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഈ മാസം 28-ാം തീയതി ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ ആ കരട് മാർഗനിർദ്ദേശം സമർപ്പിക്കും. മലപ്പുറത്ത് വിദ്യാർത്ഥി സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിച്ചതിന് പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. ഒപ്പം ഒരു പൊതുതാൽപര്യ ഹർജിയും ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ വന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമഗ്ര മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. ചീഫ് സെക്രട്ടറി വിളിക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ, ആരോഗ്യ, വനം, KCB മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. സ്കൂൾ കെട്ടിടങ്ങളുടെ ഉറപ്പ്, വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യം, പാഠ്യേതര വിഷയങ്ങൾ അടക്കം ഈ റിപ്പോർട്ടിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് 13 വയസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന ഈ പുതിയ കരട് രേഖ വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നിർണായക രേഖയായി മാറും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.